ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് വാറണ്ടി കട്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന്. 1 ലാഖിൻ്റെ അടുത്ത് 1 ലാഖിൻ്റെ തൊട്ട് മുകളിൽ അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സീറ്റ് കവേഴ്സ്. ഇത് മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാറ. ഇത് നെക്സ ഷോറൂമിലൂടെ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മാരുതിയുടെ SUV ആണ്. ഈ വാഹനത്തിൻ്റെ സ്റ്റാറ്റിക് റിവ്യൂവും ഡ്രൈവ് റിവ്യൂവും നമ്മൾ ചെയ്തതാണ്. കണ്ടിട്ടില്ലാത്തവർ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. 2 സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഒരു റിയൽ ഓണർ ഈ വാഹനം വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം ഉപയോഗിച്ച ഒരു ഓണറിന്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. അപ്പം എന്തുകൊണ്ട് ഈ കാർ, എന്താണ് ആവശ്യം? ഒന്ന്, ഒരു വലിയ കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം മുമ്പ് ഏതായിരുന്നു കാർ? ഒരാൾട്ടായിരുന്നു യൂസ് ചെയ്തത്. അത് റീപ്ലേസ്മെന്റ് ആണോ? റീപ്ലേസ് ചെയ്യണമെന്നുള്ള വിചാരത്തിലാണ് ആദ്യമേ അന്വേഷിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ആ വണ്ടി കീപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പൊ ഒരു അഡീഷണൽ കാർ. അപ്പൊ ഇത് മെയിൻ കാറോ അതോ അഡീഷണൽ കാറോ ആണോ അതോ തിരിച്ചോ? ഇത് മെയിൻ കാറും അത് അഡീഷണൽ കാറും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? എത്ര വർഷം ഉപയോഗിച്ച ഓൾട്ടോ? അത് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് റീടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. ഓക്കെ. റീടെസ്റ്റ് കാരണമാണോ വണ്ടി വേറെ നോക്കാന്ന് വിചാരിച്ചു? അല്ല, റീടെസ്റ്റ് കാരണമല്ല. ഏതായാലും ഒരു 2-3 കൊല്ലമായിട്ട് മാറണമെന്നുള്ള ഐഡിയയിൽ പ്ലാനിങ് തന്നെയായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന ആ ഒരു ഡിലേ വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ശരിക്കും ഓൾട്ടോ എന്ന് പറഞ്ഞ ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് കാറാണ് അല്ലേ? ഹാച്ച് ബാക്കിൽ നിന്നൊരു ശരിക്കും ഒരു സബ്സ്റ്റാൻഷ്യൽ ലീപ്പ് എന്നൊക്കെ പറയാം. ഇത് കോമ്പാക്ട് SUV സെഗ്മെന്റിലാണെങ്കിലും ജസ്റ്റ് ഒരു എൻട്രി ലെവൽ SUV എന്ന് പറയാനും പറ്റില്ല. കുറച്ചൊരു എന്താ പറയുക, മിഡ് സൈസ് SUV ലെവലിലേക്ക് പോകും. പക്ഷെ ഈ SUV എന്നുള്ള ടെർമിനോളജി ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണ് കേട്ടോ. ഷേപ്പും കാറിന്റെ ഹൃദയവും എന്നൊക്കെ പറയാം. പക്ഷെ പുറത്ത് ഇതിന് ഒരു ക്രോസ് ഓവർ എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് SUVയുടെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് ആയിരിക്കണം. പ്രീമിയം ഹാച്ച് ബാക്സ് ഉണ്ട്, സെഡാൻസ് ഉണ്ട്, കോമ്പാക്ട് SUV ഉണ്ട്. അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സെഗ്മെന്റിലേക്ക് വരാനുള്ള കാരണം, അതിന്റെ മെയിൻ കാരണം ഓൾമോസ്റ്റ് 17 ഇയേഴ്സോളം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആക്ച്വലി അതിന്റെ ഇടയ്ക്ക് ഒരു അപ്ഗ്രേഡേഷൻ നടത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കയറിയപ്പോൾ ആ അപ്ഗ്രേഡേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത അപ്ഗ്രേഡേഷൻ 2ാം ക്ലാസ്സിൽ നിന്ന് നേരെ 4ലോട്ട് കയറുന്ന ഡബിൾ പ്രൊമോഷൻ പറഞ്ഞ പോലെ. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, മോനാണെങ്കിലും കുറച്ചുകൂടി വലുതായി. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വലിയ വണ്ടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു. ഓക്കെ, ആ ഒരു എക്കണോമിക് ആസ്പെക്ട് ഒരു കാര്യമാണ് അല്ലേ? നമ്മുടെ ഒരു സ്റ്റേറ്റസ് വോട്ടെവർ. ഈ ഒരു കാർ വാങ്ങിക്കുമ്പം, ഇൻ ജനറൽ കാർ വാങ്ങിക്കുമ്പം കൺസിഡറേഷനിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കംഫർട്ട് തന്നെയാണ് ഫസ്റ്റ്. പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം. കാരണം അത്രയും നാള് ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ഉണ്ടായ കുറെ സ്പേസ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ക്യാബിനൊക്കെ ക്യാമ്പ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അത് തന്നെയായിരുന്നു മെയിൻ. കംഫർട്ട്, സ്പേസ്, പിന്നെ ഈ പറഞ്ഞ സെഗ്മെന്റ് ഒരു SUV സെഗ്മെന്റിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ഇതാണ്. അതാണ് കൗതുകമായിട്ടുള്ള ഒരു കാര്യം. ഈ കംഫർട്ടും സ്പേസും പ്രോബബ്ലി ചിലരൊക്കെ പറയുന്നത്, ഒരു എന്തൂസിയാസ്റ്റ് പറയുന്നത് സെഡാൻ കാറാണ് ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഏറ്റവും സ്പേഷ്യസ്. ബട്ട് വൈ, എന്തുകൊണ്ടാണ് ഒരു SUVയിലേക്ക് നീങ്ങിയത്? SUVയിലേക്ക് നീങ്ങിയതിന്റെ ഒരു പ്രധാന കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ പല പാരാമീറ്റേഴ്സും ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ കംഫർട്ട് ഓഫ് കോഴ്സ് ഇതിൽ സെഡാൻസ് ആണ് ഏറ്റവും കംഫർട്ടബിൾ, എനിക്കറിയാം. പക്ഷേ സെഡാൻസ് നമുക്ക് പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെയൊക്കെയുള്ള പല ടെറൈൻസിലും ചിലപ്പോൾ സെഡാൻസ് അത്രയും പ്രായോഗികമായെന്ന് വരിക, അടിമുട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 1-2 സെഡാൻസ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷെ അപ്പോൾ ഒക്കെ ആ ഒരു ഡിഫിക്കൽറ്റി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് SUVയിലേക്ക് പോയി കഴിഞ്ഞാൽ കംഫർട്ട് ലെവൽ അല്പം കുറയും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു ഇതായിട്ടേ തോന്നിയിട്ടുള്ളൂ. കംഫർട്ടിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടത്. ഓക്കെ. അപ്പൊ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു റീസൺ ആണ്. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ ഈ ഒരു SUV സ്റ്റൈലിലേക്ക് പോകാനായിട്ട്? പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ
ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ റോഡിലുള്ള നമ്മുടെ പ്രസൻസ് നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് SUV ആണെങ്കിൽ. അതേസമയം പൊങ്ങിയിരിക്കുന്നതിൻ്റെ ആ ഒരു ഇഫക്റ്റ്. അതേസമയം ഒരു സെഡാൻ ആണെങ്കിൽ ഒരു ഹാച്ച് ബാക്കിൻ്റെ അതേ ഇഫക്റ്റേ കിട്ടുള്ളൂ. ഈവൻ ചിലപ്പോൾ ഒരു ഹാച്ച് ബാക്കിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും സെഡാനിലുള്ള ആ ഒരു കോൺഫിഡൻസ്. SUVs കൺസിഡർ ചെയ്തത് ഒരു എൻട്രി ലെവൽ SUV മഹീന്ദ്രയുടെ 3XO ലോഞ്ച് ചെയ്ത സമയത്ത് ഒന്ന് പോയി നോക്കിയിരുന്നു. അതൊരു ടെസ്റ്റ് എടുത്തിരുന്നു. 3XOയുടെ കാര്യത്തിൽ എനിക്കൊരു വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒന്ന് ഓവറോൾ ലെങ്ത് കുറവായതുകൊണ്ടും, അപ്പോൾ വണ്ടി ഹാൻഡിൽ ചെയ്യാനും അതനുസരിച്ച് ഒതുക്കാനും ഒക്കെ ഉള്ള എളുപ്പത്തിനുള്ള ഒരു സൗകര്യമുണ്ട്. എന്നാൽ ഓവറോൾ ലെങ്ത് കുറവാണെങ്കിൽ അതിൻ്റെ വീൽ ബേസ് മറ്റ് കോമ്പാക്ട് SUVയുടെ ലെവലിലേക്ക് തന്നെ വീൽ ബേസ് ഉള്ളതുകൊണ്ട് അകത്തെ സ്പേസ് ഒരല്പം പോലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അകത്തെ ലെഗ് റൂം, ബാക്ക് സീറ്റിലാണെങ്കിലും ലെഗ് റൂം നന്നായിട്ട് ഉണ്ട്. അതായിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിരുന്നത്. പക്ഷേ ബാക്ക് സീറ്റ് ശരിക്കും പിന്നെ അത് മതിയായിരുന്നു അല്ലേ? ബാക്ക് സീറ്റ് അത് ഓക്കെ, കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ ചാനലിൽ 3XOയുടെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3XOയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്രോൾ വണ്ടിയാണ് നോക്കിയത്. അപ്പോൾ ഇത് മഹീന്ദ്രയുടെ പെട്രോൾ എൻജിൻസ് അത്ര കോൺഫിഡൻസ് അല്ല എന്ന് പല ആൾക്കാരുടെയും അഭിപ്രായം കേട്ടു. ഡീസലാണെങ്കിൽ ഒന്നും നോക്കണ്ട, അത് നോക്കിക്കോളാനുള്ള ഇത്. പിന്നെ ക്രെറ്റയായിരുന്നു വേറെ, അത് എന്താണ് ക്രെറ്റയിലേക്ക് ഒന്ന് ചിന്തിച്ചെങ്കിലും ക്രെറ്റയിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള കോൺസെപ്റ്റും കൂടെ നോക്കുമ്പോഴത്തേക്കും ഗ്രാൻഡ് വിറ്റാരയും ക്രെറ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗ്രാൻഡ് വിറ്റാര കിട്ടുമായിരുന്നു. ഗ്രാൻഡ് വിറ്റാര പ്രത്യേകിച്ചും ഇതിന് ഉള്ള ചില ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിപ്പോൾ ബേസ് മോഡലാണെങ്കിലും ബേസ് മോഡലിൽ തന്നെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ബേസ് മോഡലിൽ തന്നെ 17 ഇഞ്ച് ടയേഴ്സ് തരുന്നുണ്ട്. അതുപോലെ മറ്റു വണ്ടികളൊക്കെ ബേസിന് 16-ഉം ഹയർ മോഡൽസിന് 17-ഉം കൊടുക്കും. അത് കഴിഞ്ഞ് ഇതിന് സ്പെയർ ടയറും 17 തന്നെയാണ്. ഡീസൽ വേണ്ടാന്ന് വെക്കാനുള്ള ഒരു കാരണം, എൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഒരു 1000 കിലോമീറ്റേഴ്സ് പെർ മന്ത്. 1000 കിലോമീറ്റേഴ്സ് പെർ മന്ത് അത് വരുന്നുള്ളൂ. അത്യാവശ്യം കംഫർട്ട്, സ്പേസ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട്. എൻ്റെ ഒരു പൊതുവേ ഡ്രൈവിംഗ് എപ്പോഴും വളരെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം കോർണറിങ് ആണെങ്കിലും മാനേജബിലിറ്റി ആണെങ്കിലും ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പിന്നെ ഉള്ളത് പൊതുവേ ഇതിൻ്റെ ബൈക്ക് സീറ്റ് ജേർണി വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫാമിലി എല്ലാവരും പറയുന്നത്. ഇതിന് നെഗറ്റീവ് അല്ല അത് ആക്ച്വലി. ഇതിന് മറ്റ് SUVകളെ സംബന്ധിച്ചേക്കാളും കുറച്ചുകൂടി ഒരു മസ്കുലിൻ ലുക്ക് ഉണ്ട് ഇതിന്. ബോണറ്റ് കുറച്ചുകൂടി പൊങ്ങിയിരിക്കുന്ന റേസ്ഡ് ബോണറ്റ് ആയതുകൊണ്ട്, റേസ് ഡിസൈൻ ആയതുകൊണ്ട്. പക്ഷെ അതുകൊണ്ട് വേറൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോഴും ഒക്കെ, അതുപോലെ ഇടുങ്ങിയ റോഡിൽ തിരിഞ്ഞിറങ്ങുമ്പോഴൊക്കെ ഒരു ചെറിയ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അത് 2 കോർണേഴ്സിലും ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു വണ്ടിക്ക് നമുക്കൊരു 360 ക്യാമറ വേണ്ടതാണ്. ബേസ് മോഡലാകുമ്പോൾ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആഡ് ഓൺസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സും അതെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ 360 ആഡ് ഓൺ ചെയ്താൽ വാറണ്ടിക്ക് പ്രശ്നം വരും എന്നാണ് കമ്പനി പറയുന്നത്. ഇതിന്റെ പവർ ഒരു സ്വല്പം കുറവാണ്, സ്ലഗ്ഗിഷ് ആയിട്ട് തോന്നുന്നു. അത് ഏത് സിറ്റുവേഷനിലാണ്? ഇനീഷ്യൽ ആണോ, കയറ്റം വരുമ്പോഴാണോ? കയറ്റം വരുമ്പോൾ നമ്മൾ ഒരല്പം ലാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്കൊന്ന് ഡൗൺ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞ് ഒന്ന് പമ്മിക്കഴിഞ്ഞാൽ പിന്നെ പവർ എടുക്കാനായിട്ട് ഒരല്പം ലാഗ് വരുന്നുണ്ട്. സ്മാർട്ട് ഫോണൊക്കെ എപ്പോഴും ഒരു 2 മൊബൈൽ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ല. അതൊരു വലിയൊരു നെഗറ്റീവാണ്. കാര്യം 2 കപ്പ് ഹോൾഡറും അതും ഇതുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു 2 മൊബൈൽ വെക്കാനുള്ള ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. ടേണിംഗ് റേഡിയസ് വളരെ കുറവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു 1 ലാഖിൻ്റെ അടുത്ത്, 1 ലാഖിൻ്റെ തൊട്ട് മുകളിൽ അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സീറ്റ് കവേഴ്സ്. അപ്പോൾ സീറ്റ് കവേഴ്സും അത്യാവശ്യം പ്രീമിയം ടൈപ്പ് സീറ്റ് കവേഴ്സാണ് ചെയ്തത്. അലോയും ഫുട്ബോർഡും അതുപോലെ തന്നെ റൂഫ് റെയിൽസ്, സീറ്റ് കവേഴ്സ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിന് ബേസ് വേരിയൻറ്റിന് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. അപ്പോൾ ഇൻഫർടൈൻമെൻറ്റും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് ഗ്രാൻഡ് വിറ്റാറ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഒരു യൂസർ റിവ്യൂ ആയിരുന്നു, മാനുവൽ ട്രാൻസ്മിഷൻ. ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതൊരു സിൻസിയർ ആൻഡ് ഓണസ്റ്റ് റിവ്യൂ ആയിരുന്നു.
ഇതുപോലെയുള്ള യൂസർ എക്സ്പീരിയൻസിൽ നിങ്ങളുടെ വാഹനങ്ങളും ഫീച്ചർ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.